പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഒരു അത്ഭുതകരമായ ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ജോലി സ്ഥിരമായി കിട്ടാൻ, ജോലിയിൽ പുരോഗതി ഉണ്ടാകാൻ, ഒരിക്കലും ജോലി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഹക്ക് എന്നുള്ള നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്ന അത്ഭുതകരമായ ഇസ്മിൽ പരിഹാരമുണ്ട്. അതുപോലെ നമുക്കൊരു ശത്രുവുണ്ട്, ആ ശത്രുവിനെ കൊണ്ട് ഒരു രക്ഷയുമില്ല. അങ്ങനെയുള്ള ശത്രുവിനെ നശിപ്പിക്കാൻ, ശത്രു നശിക്കാനല്ല, ശത്രുവിൻ്റെ ശത്രുത, ആ ശത്രുവിൻ്റെ ശത്രുത ഒന്ന് നമ്മ വിട്ടു പോകാൻ, ആ ശല്യമൊന്ന് നീങ്ങിക്കിട്ടാൻ ഈ അത്ഭുതകരമായ ഇസ്മിൽ പരിഹാരമുണ്ട്. അതുപോലെ നഷ്ടപ്പെട്ടു പോയ സ്വർണം, നഷ്ടപ്പെട്ടു പോയ പ്രൂഫ്, നഷ്ടപ്പെട്ടു പോയ പണം നമുക്ക് തിരിച്ചു ലഭിക്കാൻ ഹക്ക് എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൽ പരിഹാരമുണ്ട്. ഹക്ക് എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില അമലുകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്ലിസ് മുഴുവനായും കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ, വിഷമങ്ങൾ മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ 52ാമത്തെ ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 52ാമത്തെ ഇസ്മ് ഹക്ക് എന്നുള്ളതാണ്. ഹക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധമായ കിതാബുകളിൽ കാണാൻ കഴിയും, അൽ ഹഖു ഹുവ അഹദു അസ്മാഇല്ലാഹിൽ ഹുസ്ന. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു അത്ഭുത ഇസ്മാണ് ഹക്ക് എന്നുള്ളത്. വയഅനിയ സാബിതു വൽ അദ്ലു വസ്സിദ്ഖു. സാബിത്ത്, സ്ഥിരമായവൻ എന്ന അർത്ഥം നമുക്കതിന് കാണാൻ കഴിയും. നീതി എന്ന അർത്ഥം നമുക്ക് കാണാൻ കഴിയും. സത്യസന്ധൻ, സിദ്ഖ് എന്ന അർത്ഥമൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്താ സാബിത്ത് എന്ന് പറഞ്ഞാൽ ഹുവൽ വുജൂദു ദായിം. അള്ളാഹു എന്നും സുബൂത്താണ്, സ്ഥിരമായവനാണ്. മുമ്പേ അള്ളാഹു ഉള്ളവനാണ്, ഇപ്പോഴും ഉള്ളവനാണ്, ഇനി എന്നും അള്ളാഹു ഉള്ളവനാണ്. അള്ളാഹു എന്നും സാബിത്താണ് എന്നർത്ഥം ഹക്കിന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അദ്ല്, അഫ്ആലുഹു വഅഹ്കാമുഹു ഹഖ്കുൻ ലാ യദ്ലുമു അഹദൻ. അള്ളാഹുവിൻ്റെ പ്രവൃത്തിയും അള്ളാഹുവിൻ്റെ വാക്കും അള്ളാഹുവിൻ്റെ എല്ലാത്തിലും അള്ളാഹു നീതി നടപ്പിലാക്കുന്നവനാണ്. ഒരാളെയും അള്ളാഹു ആക്രമിക്കില്ല. പ്രത്യക്ഷത്തിൽ നമുക്ക് നീതി കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നാളെ പരലോകത്ത് നമുക്കതൊക്കെ ബോധ്യപ്പെടുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മറ്റൊരർത്ഥം അസ്സിദ്ഖു എന്നാണ്. ഖുർആൻ സത്യമാണ്. അള്ളാഹു കൊണ്ടുവരുന്ന ഓരോ വിഷയങ്ങളും, അള്ളാഹു പറഞ്ഞ അള്ളാഹുവിൻ്റെ ഓരോ വാഗ്ദാനങ്ങളും സത്യമാണ്. റിസാലത്ത് സത്യമാണ്. ബഅസ്, പുനർജന്മം സത്യമാണ്. അതുപോലെ അൽ ജസാഉ അൽ ജന്നത്തു വന്നാറു, സ്വർഗവും നരകവും ഒക്കെ സത്യമാണ്. ഈ വിഷയങ്ങളൊക്കെ സത്യസന്ധമായി പറഞ്ഞവൻ എന്നൊക്കെ നമുക്ക് ഹക്ക് എന്നുള്ള വാക്കിന് അർത്ഥം പറയാൻ കഴിയും. ഹക്ക് എന്നുള്ള വാക്ക് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. 283ഓളം സ്ഥലങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഹദീസുകളിൽ പറയപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ അൻതൽ ഹഖു വവഅദുകൽ ഹഖ് എന്ന് പറഞ്ഞ മുത്തുനബി തങ്ങളുടെ ഒരു പ്രാർത്ഥന പരിശുദ്ധമായ ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ ഖുർആനിലും ഹദീസിലൊക്കെ പറയപ്പെട്ട ഒരുപാട് പ്രത്യേകതകളുള്ള അത്ഭുതകരമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ ഇസ്മ, ഇതിന്റെ ആദത് വരുന്നത് 108ആണ്. ഹാ 8, ഖാഫ് 100. ടോട്ടൽ 108ആണ്. 2 ഹർഫുകളാണുള്ളത്. എങ്കിലും വളരെ മഹത്വമുള്ള അത്ഭുതകരമായ, ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ അത്ഭുത ഇസ്മാണ്. ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, സാമ്പത്തികമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, പൈശാചികമാകട്ടെ, ഒരുപാട് പ്രയാസങ്ങൾക്ക് ചെയ്യാനും ചൊല്ലാനുമൊക്കെ ഹക്ക് എന്നുള്ള ഇസ്മിലൂടെ നമുക്ക് ഒരുപാട് ചികിത്സാരീതികൾ, ഒരുപാട് ആത്മീയ പരിഹാര മാർഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും നമ്മൾ ചെയ്തു കൊടുത്തിട്ട് ഫലം കിട്ടിയ ധാരാളം അനുഭവങ്ങൾ നമുക്കും നമ്മുടെ മുൻഗാമികൾക്കും ഹക്ക് എന്നുള്ള അത്ഭുതകരമായ ഇസ്മിന്റെ വിഷയത്തിൽ പറയാനുണ്ട്. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ പല ഇസ്മുകളുടെയും മഹത്വവും ഫളലും അദദും അമലും നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഹക്ക് എന്നുള്ള ഇസ്മിന്റെ അത്ഭുതകരമായ ചില അമലുകൾ എല്ലാവർക്കും ചെയ്യാൻ കഴിയും. സ്വന്തമായി എന്ന് ഉറപ്പുള്ള അമലുകൾ അത് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നത് മാത്രം പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അതുകൊണ്ട്
ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ളൊരു പ്രധാനപ്പെട്ട 2-3 അമലുകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഒന്നാമത്തെ അമല് എന്നുള്ളത് നഷ്ടപ്പെട്ട വസ്തു നമുക്ക് തിരിച്ചു കിട്ടാൻ, നഷ്ടപ്പെട്ട പ്രൂഫ്, നഷ്ടപ്പെട്ട ക്യാഷ്, നഷ്ടപ്പെട്ട സ്വർണം, അത് എവിടെയാണ് നഷ്ടപ്പെട്ടതെന്നറിയില്ല, വെച്ചെടുത്ത് നോക്കിയിട്ട് കാണുന്നില്ല, ഒരു ഓർമ്മയും കിട്ടുന്നില്ല. ഹക്ക് എന്നുള്ള ഇസ്മിൽ നമുക്ക് പരിഹാരമുണ്ട്. ഹക്ക് എന്നുള്ള ഇസ്മിന്റെ അമൽ നമ്മൾ ഒരു പേപ്പറിൽ ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേക രൂപത്തിൽ നമുക്ക് അതിന്റെ അമൽ ചെയ്തതിന് ശേഷം അത് 4 മടക്കിയിട്ട് കിബിലക്ക് മുന്നിട്ട് ഉളുഓടുകൂടി അർദ്ധരാത്രിയിൽ യാ ഹഖ് യാ അല്ലാഹ് എന്ന് ധാരാളം ചൊല്ലിക്കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട വസ്തു എന്താണെങ്കിലും, സ്വർണമാണെങ്കിലും പണമാണെങ്കിലും അല്ലെങ്കിൽ പാസ്പോർട്ട് പോലെയുള്ള പ്രൂഫാണെങ്കിലും വിദേശ രാജ്യത്ത് ഏതെങ്കിലും പേപ്പേഴ്സ് ആണെങ്കിലും ഒക്കെ നമുക്കത് തിരിച്ചു കിട്ടാൻ സഹായിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. രണ്ടാമത്തെ അമൽ എന്നുള്ളത് ജോലി സ്ഥിരമായി കിട്ടാൻ. നമ്മളൊരു ജോലിയിൽ പ്രവേശിച്ചു, ആ ജോലി എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാമെന്നുള്ളൊരവസ്ഥയിലാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ടല്ലോ. സ്വദേശത്തുള്ള ജോലിയാകട്ടെ, വിദേശത്തുള്ള ജോലിയാകട്ടെ, പ്രൈവറ്റ് ജോലിയാകട്ടെ, ഗവൺമെൻറ് ജോലിയാകട്ടെ, ഏതുമാകട്ടെ, നമുക്കൊരു ജോലിയിൽ വളരെയധികം സംതൃപ്തനാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ശമ്പളവും നമുക്കുണ്ട്. പക്ഷെ ആ ജോലി എപ്പോഴും വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാം. ഈ ഒരു അവസ്ഥയിലാണുള്ളത്. ജോലി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പല പ്രശ്നങ്ങളും യുദ്ധങ്ങളും ഒക്കെ നടക്കുന്ന സാഹചര്യങ്ങളിൽ പല ആളുകളുടെയും ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോകാമല്ലോ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഹക്ക് എന്നുള്ള അത്ഭുതകരമായ ഇസ്മിന്റെ പ്രത്യേക രൂപത്തിൽ കളമടക്കിയ ഒരു ഏലസ്, ആ ഏലസിൽ 11,664 തവണ യാ ഹഖ് യാ അല്ലാഹ്, യാ ഹഖ് യാ അല്ലാഹ്, യാ ഹഖ് യാ അല്ലാഹ് എന്ന് മന്ത്രിച്ചോതിയിട്ട് നമ്മൾ ധരിക്കുക എന്നുള്ളതാണ്. ഏതൊരു ജോലിയാണോ സ്ഥിരമായി കിട്ടാൻ നാം ആഗ്രഹിക്കുന്നത്, ആ ജോലി അള്ളാഹു നമുക്ക് സ്ഥിരമാക്കി തരുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ഈമാനോടെയും തവക്കുലോടെയും ചെയ്ത റിസൾട്ട് നേടിയെടുക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് ശത്രുക്കളുടെ ശത്രുത അവസാനിച്ച് കിട്ടാൻ. അത് നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തുള്ള ശത്രുവാകട്ടെ, പുറത്തുള്ള ശത്രുവാകട്ടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, ശത്രുവിൻ്റെ ഒരു രൂപം സാങ്കല്പികമായി നാം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇഷ്ടിക കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗം കൊണ്ടോ ഒരു ചെറിയ രൂപം, മനുഷ്യരൂപം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടുത്തിരുന്നു കൊണ്ട് അതത് പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യക്കാരൻ്റെയും ശത്രുവിൻ്റെയും ഒക്കെ പേരിൻ്റെ അതത് നമ്മൾ നോക്കിയിട്ട് അതത് പ്രകാരം യാ ഹഖ് യാ അല്ലാഹ് എന്ന് നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ്. അതിൻ്റെ അടുത്തിരുന്നു കൊണ്ട് ചൊല്ലുക. ചൊല്ലിയതിന് ശേഷം ആ രൂപത്തിൽ നമ്മൾ ചവിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. ഈ വിഷയത്തിൽ നമ്മൾ ഇജാസത്തോടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇജാസത്തോടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് വിഷയവും ഫലം കിട്ടുക. പ്രത്യേകിച്ച് ഈ വിഷയം ഇജാസത്തില്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പ്രതികൂലമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ശത്രുക്കൾ, അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുമ്പോൾ ശത്രു നശിക്കാൻ വേണ്ടിയിട്ടല്ല, ശത്രുവിൻ്റെ ശത്രുത നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്, അവൻ മിത്രമാകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവൻ്റെ ശല്യം നമുക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടോ ഈ ഒരു അമൽ നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ച അത്ഭുതകരമായ ഒരു അമലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഹക്ക് എന്നുള്ള ഈ അത്ഭുത ഇസ്മിന്റെ വിഷയത്തിൽ ഇനിയും ധാരാളം അമലുകൾ നമുക്ക് പറയാനുണ്ട്, ചെയ്യാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട 3 നമ്മൾ ചർച്ച ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്മാഉൽ ഹുസ്നയെ ചേർത്ത് പിടിക്കാനും അസ്മാഉൽ ഹുസ്ന കൊണ്ട് വിജയിക്കാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.